നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ ജയിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. മറ്റുള്ള കേന്ദ്രമന്ത്രിമാരെയും കണ്ടു. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയും ചർച്ചയാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. തമിഴ്നാടിനെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയും ചെയ്തിട്ടുണ്ട്. കർണാടകയുടെ മേക്കെദാട്ടു അണക്കെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. കാവേരി നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടകയുടെ നീക്കം സുപ്രീം കോടതി വിധിക്കും കാവേരി ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളുടെ അറസ്റ്റ്, തമിഴ് തായ് വാഴ്ത്ത് വിവാദം, മന്ത്രിസഭാ വികസനം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചാ വിഷയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോൾ നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയ് പിന്തുടർന്ന വസ്ത്രധാരണ രീതിയെക്കുറിച്ചുള്ള ചില വിമർശനങ്ങളാണ് ഉയരുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം വിജയിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹം കോട്ടും സൂട്ടുമാണ് ധരിക്കുന്നത്. എപ്പോഴും അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തുമ്പോഴൊക്കെ തന്നെ വളരെ ടിപ്പ് ടോപ്പിൽ വസ്ത്രം ധരിച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് എത്തുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നു അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം അതേ രീതിയിൽ വസ്ത്രധാരണം നടത്തി തന്നെയാണ് അദ്ദേഹം എല്ലാ വേദികളിലും പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മറ്റുള്ള മുഖ്യമന്ത്രിമാരുടെ വസ്ത്രധാരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് വിജയ് പിന്തുടരാനുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിജയ് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. വെള്ള ഷർട്ടും ബ്ലാക്ക് ബ്ലേസറും അണിഞ്ഞാണ് വിജയ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഷർട്ടിന്റെ ആദ്യ ബട്ടണുകൾ ഇടാത്തതിനാൽ ഇതിനുള്ളിൽ വിജയ് ധരിച്ച ബനിയൻ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. ഇതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാ തീർത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഔദ്യോഗിക പരിപാടികളെല്ലാം വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബ്ലേസറും ധരിച്ചാണ് വിജയ് എത്തുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോഴും വിജയുടെ ഈ വസ്ത്രധാരണ ശൈലി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയപ്പോൾ ബ്ലേസറിനൊപ്പം ധരിച്ച ഷർട്ട് അലസമായിട്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരെ ചൊടിപ്പിക്കുന്നത്. ഇത്ര ശ്രദ്ധയില്ലാതെ വസ്ത്രം ധരിച്ചാണോ പ്രധാനമന്ത്രിയെ കാണാൻ പോകേണ്ടത് എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. വിജയ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇത് വിജയുടെ ലാളിത്യമാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. വിമർശിക്കാൻ മാത്രം ഒന്നും ഇക്കാര്യത്തിലില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട CBIയുടെ ചോദ്യം ചെയ്യലിലാണ് ഇതിനു മുമ്പ് വിജയ് ഡൽഹിയിൽ എത്തിയിരുന്നത്. ഇതിന് മാസങ്ങൾക്ക് ശേഷമുള്ള ഈ സന്ദർശനം തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടാണ് പിന്നീട് നടത്തുന്നത്. ഏതായാലും ഈ നേട്ടത്തിന്റെ ശോഭ കെടുത്താനാണ് ഇത്തരം വിവാദങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത്. അദ്ദേഹം ഷർട്ട് ധരിച്ചത് മനഃപൂർവ്വം വസ്ത്രധാരണ രീതി വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അത്രയൊക്കെ മതി എന്നുള്ള അർത്ഥത്തിലല്ലെന്നും ഒരുപക്ഷെ അദ്ദേഹം എല്ലാ വേദികളിലും പോകുമ്പോഴും അദ്ദേഹം വളരെ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ ഷർട്ടിന്റെ ബട്ടൺ അബദ്ധത്തിൽ ഒരുപക്ഷെ അഴിഞ്ഞു പോയതാകാം എന്നാണ് അദ്ദേഹത്തിന്റെ ചില ആരാധകർ ഇതിന് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ബുധനാഴ്ചയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ സേവാ തീർത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 20 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. തമിഴ്നാടിന്റെ വിവിധ ആശങ്കകളും ആവശ്യങ്ങളും വിജയ് മോദിയോട് പങ്കുവച്ചിട്ടുണ്ട്. വന്ദേമാതര വിവാദം, മേക്കാദട്ട് അണക്കെട്ട് വിഷയം, തമിഴ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ശ്രീലങ്കൻ നാവികസേനയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിജയ് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം വിജയുടെ ആദ്യ ഡൽഹി യാത്രയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചോള കാലഘട്ടത്തിലുള്ള ചെമ്പോലകൾ നെതർലാൻഡ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നതിനും വിജയ് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആദ്യ ഡൽഹി സന്ദർശനം പൂർത്തിയാക്കിയ
ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സന്ദർശനം പൂർണ്ണമായും ഔദ്യോഗിക പരിപാടികളിൽ മാത്രം പരിമിതപ്പെടുത്തിയ വിജയ് രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കിയാണ് മടങ്ങിയത്. വ്യാഴാഴ്ച വൈകുന്നേരം ഒരു പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തുറമുഖങ്ങൾ, ദേശീയപാതകൾ, റെയിൽവേ പദ്ധതികൾ, ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ എന്നിവയ്ക്കുള്ള മുൻഗണനാ ഫണ്ടിംഗ് ആവശ്യപ്പെട്ട് അദ്ദേഹം നിവേദനം നൽകിയിട്ടുണ്ട്. ഈറോഡ്, കോയമ്പത്തൂർ, മധുര എന്നീ നഗരങ്ങളിലെ മെട്രോ റെയിൽ പദ്ധതികൾക്കും സംസ്ഥാനത്ത് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അദ്ദേഹം കേന്ദ്രത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. സന്ദർശനത്തിനിടെ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചകൾ മുഖ്യമന്ത്രി ഒഴിവാക്കിയതും ശ്രദ്ധേയമായിട്ടുണ്ട്. എന്നാൽ നേതാക്കളുടെ തിരക്കേറിയ ഷെഡ്യൂൾ കാരണമാണ് കൂടിക്കാഴ്ച മാറ്റിവെച്ചതെന്നതാണ് കോൺഗ്രസ് MP ക്രിസ്റ്റഫർ തിലക് വ്യക്തമാക്കിയിട്ടുള്ളത്. ജൂൺ 11 മുഖ്യമന്ത്രി വീണ്ടും ഡൽഹി സന്ദർശിക്കുമെന്നാണ് വിവരം. ആ സന്ദർശന വേളയിൽ അദ്ദേഹം സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ DMK കോൺഗ്രസ് സഖ്യത്തിൽ വിള്ളലുകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ സഖ്യകക്ഷികൾ പൂർണ്ണമായും തള്ളി. സഖ്യം ശക്തമായി തുടരുന്നുവെന്നും യാതൊരു തർക്കവുമില്ലെന്നും ക്രിസ്റ്റഫർ തിലക് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് വിളിച്ചിരുന്നുവെന്ന് മുസ്ലിം ലീഗ് കേരള ഹൈപ്പവർ കമ്മിറ്റി അംഗം KPA മജീദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അണ്ണാദുരൈയുടെ കാലം മുതലേ ലീഗ് DMKയ്ക്കൊപ്പമാണെന്നും MK സ്റ്റാലിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് തമിഴ് വെട്രി കഴകത്തെ പിന്തുണച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. IUML പ്രതിനിധിയായ AM ഷാജഹാൻ വെള്ളിയാഴ്ച ചെന്നൈയിലെ ലോക് ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പാപനാശം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയ മുതിർന്ന നേതാവാണ് ഷാജഹാൻ. 1970 അജോയ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ലീഗിന്റെ AKM ഹസനു സമാൻ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അതിനുശേഷം കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാന മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് വീണ്ടും പ്രാതിനിധ്യം ലഭിക്കുന്നത് ഇപ്പോഴാണ്. DMK മുന്നണിയുടെ ഭാഗമായിരുന്ന കാലത്ത് പോലും തമിഴ്നാട്ടിൽ ലീഗിന് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നില്ല. അതിനാൽ സംസ്ഥാന ഭരണത്തിന്റെ ഭാഗമാകുന്ന ആദ്യ അവസരമായിട്ടാണ് ഇതിനെ പാർട്ടി കാണുന്നത്. തമിഴ്നാട്ടിലെ ഏകദേശം 20ഓളം മണ്ഡലങ്ങളിൽ ലീഗിന് സ്വാധീനമുണ്ടെന്നും എന്നാൽ മുന്നണി രാഷ്ട്രീയത്തിലൂടെയാണ് വിജയ സാധ്യത ഉറപ്പാക്കാനാകുന്നതെന്നും KPA മജീദ് പറഞ്ഞിട്ടുണ്ട്. അണ്ണാദുരൈയുടെ കാലം മുതൽ DMKയുമായി ലീഗ് സഹകരിച്ചു വരുന്നതും അതിന്റെ ഭാഗമായാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി തൻ്റെ ആദ്യ കന്നി മുഖ്യമന്ത്രി കസേരയിൽ തിളങ്ങുകയാണ് വിജയ്. അദ്ദേഹം കൃത്യമായി തന്നെ പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ കൂടിയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.